ടോണറിനെ പറ്റി കേട്ടിട്ടുണ്ട്. ഇതാണ് ടോണർ പാഡ്സ്. ഇത് രണ്ട് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ടോണറിങ് പാഡ്സ് ആണ്. ഇത് നിയാസിനമൈഡ് അടങ്ങിയ ടോണറിങ് പാഡാണ്. ഇത് നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. ഇനി അടുത്തത് വരുന്നതാണ് എക്സ്ഫോളിയേറ്റിംഗ് ടൈപ്പ്. ഇത് ഡെയിലി യൂസ് ചെയ്യാന്ന് പറയുന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാനായിട്ട് പറ്റില്ല. കാരണം ഇതിനകത്ത് സാലിസിലിക് ആസിഡ്, അതായത് ഇതിനകത്ത് ഇപ്പോൾ BHA ആണ് ഉള്ളത്, അതായത് സാലിസിലിക് ആസിഡ് ഉള്ളതാണ്. ഇതുപോലെ BHA ഉള്ളതും AHA ഉള്ളത്, അതായത് ഗ്ലൈക്കോളിക് ആസിഡ്, ലാക്റ്റിക് ആസിഡ് ഉള്ളതും കാണും. ഇത് എക്സ്ഫോളിയേറ്റ് ചെയ്യാൻ നല്ലതാണ്. ഇത് 2% താഴെയാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. AHA 2% താഴെയാണെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീക്കിലി 2-3 തവണയൊക്കെ യൂസ് ചെയ്യുന്നതാണ് നല്ലത്. ഇത് എപ്പോഴാണ് യൂസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഫേസ് വാഷ് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് നമ്മുടെ ഫേസിൽ ഡ്രൈ ആക്കിയ ശേഷം അപ്ലൈ ചെയ്യുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ കുറച്ച് നേരം വെച്ചിരുന്നാലും മതി. എക്സ്ഫോളിയേറ്റിംഗ് ആകുമ്പോൾ നമ്മൾ കുറച്ച് ഈ ഒരു ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് നേരം മൂവ് ചെയ്യേണ്ടി വരും, സ്ക്രബ് ചെയ്ത് സ്വൈപ്പ് ചെയ്ത് കളയുക. മറ്റേ ഇതിനകത്തുള്ള ടോണിംഗ് പാഡ് ആണെങ്കിൽ എടുത്ത് കാണിക്കുന്നില്ല, കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇതാണെങ്കിൽ നമുക്ക് എവിടേക്കാണോ ആ ഒരു ഹൈഡ്രേഷൻ കൂടുതലായിട്ട് വേണ്ടത് അവിടെ നമുക്ക് വെച്ചുകൊണ്ടും ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതൊരു ഫേസ് മാസ്ക് കണക്ക്, പക്ഷെ ടാർഗറ്റഡ് ഏരിയാസിൽ മാത്രം. എന്തെങ്കിലും ഡോട്ടിനെ കൺവോക്സ് വിളിച്ചേക്കാം. ഇതുപോലത്തെ സ്കിൻ കെയർ ഹെയർ കെയർ ഫോളോ ചെയ്യാനും മറക്കണ്ട. ടാറ്റാ.